ഈ കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ 2 കൺസെപ്റ്റ്സ് ആണുള്ളത്. ഗ്രോസ് കൺസെപ്റ്റും ഉണ്ട്, നെറ്റ് കൺസെപ്റ്റും ഉണ്ട്. അതായത് ഗ്രോസ് കൺസെപ്റ്റിൽ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അസെറ്റ്സ് ആണെന്നാണ്. അതാണ് ഈ ഗ്രോസ് കൺസെപ്റ്റ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോട്ടൽ കറണ്ട് അസെറ്റ്സിനെ എന്തെന്ന് പറയാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതാണ് ഗ്രോസ് കൺസെപ്റ്റ്. നെറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ്ങിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ കൺസെപ്റ്റിൽ വ്യത്യാസം വരുന്നത്. നെറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു എക്സസ് ഓഫ് കറണ്ട് അസെറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് അസെറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെ മാത്രമേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് നെറ്റ് കൺസെപ്റ്റ്. അതാണ് രണ്ട് കൺസെപ്റ്റ്. മറ്റേ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കറണ്ട് അസെറ്റ്സിനെ എന്താ പറയാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതാണ് ഗ്രോസ് കൺസെപ്റ്റ്. നെറ്റ് കൺസെപ്റ്റ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് അസെറ്റ്സിൽ നിന്ന് എല്ലാ കറണ്ട് ലയബിലിറ്റീസും കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന ആ നെറ്റ് എമൗണ്ടിനെയാണ് എന്ത് പറയണത്, വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ട് കൺസെപ്റ്റ്സ് ആണ്. പിന്നെ ഇനി ടു ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ രണ്ട് തരത്തിൽ പറയുന്നത്. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. അതായത് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. നോർമലായിട്ട് ഒരു ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്താൽ നിർത്താതെ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് കൊണ്ടു നടക്കാൻ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതിനെയാണ് എന്ത് പറയണത്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് തന്നെ മൂന്നായിട്ട് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, റെഗുലർ ഉണ്ട്, റിസർവ് മാർജിൻ ഓർ കുഷ്യൻ എന്ന് പറയും. കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇതിൽ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ നമുക്ക് ഇനീഷ്യലായിട്ട് the working capital which is need initial stage of the business is called initial capital, which is the project കമൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ തുടക്കത്തിൽ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകുന്ന എമൗണ്ട് ഇല്ലേ, അതാണ് ഇനീഷ്യൽ. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഓപ്പറേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആഫ്റ്റർ ദ പ്രൊജക്റ്റ് റണ്ണിങ് ആയതിനു ശേഷം നമുക്കത് ഗോയിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മിനിമം വേണ്ട എമൗണ്ട്. റിസർവ് മാർജിൻ ഓർ കുഷ്യൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കുറച്ച് നമുക്ക് സേവിങ്സ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് ഒരു വീട്ടിലേക്ക് ആവശ്യം വരുമ്പോൾ ചില ദിവസങ്ങൾക്ക് നമുക്ക് അല്ലെങ്കിൽ ചില മന്തിൽ നമുക്ക് അത്ര എക്സ്പെൻസ് വരില്ല. അപ്പോൾ ആ ഓവറുള്ള എമൗണ്ട് നമ്മൾ എന്ത് റിസർവ് ആയിട്ട് വെക്കും. ഇനി ഏതെങ്കിലും മന്തിൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ. അതാണ് റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി റിസർവ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കും. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് അത്യാവശ്യമുള്ളതാണ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയസ് വിത്ത് വോളിയം ഓഫ് ബിസിനസ്സിൻ്റെ വോളിയത്തിനനുസരിച്ച് വ്യത്യാസം വരും. ബിസിനസ് കൂടുമ്പോൾ വർക്കിംഗ് ആ വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബിസിനസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം കൂടും. അത് ഇപ്പോൾ നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിന് പ്രൊഡക്ഷൻ കൂടുമ്പോൾ റോ മെറ്റീരിയൽ കൂടുതൽ വാങ്ങേണ്ടി വരും. അതിന് വേണ്ട ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കേസ്. അതുതന്നെ രണ്ട് തരത്തിലുണ്ട്, സീസണലും ഉണ്ട്, സ്പെഷ്യലും ഉണ്ട്. സീസണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ നീഡ്സും ഉണ്ട്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ്. അതായത് ചിലപ്പോൾ ചില സീസൺസിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ടി വരും. ചില സീസണിൽ ഇപ്പോൾ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് കേക്കിൻ്റെ കേസിലൊക്കെയാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതൽ ഐറ്റംസ് വാങ്ങേണ്ടി വരും, ആൾക്കാരെ വെക്കേണ്ടി വരും, അങ്ങനെയുള്ള കേസ്. പിന്നെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻ ടു ഫിനാൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ്. ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ചില ഐറ്റംസിനെ നമുക്കൊന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പബ്ലിസിറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് എന്ത് വേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അതാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ 2 ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. പെർമനൻറ്റിൽ തന്നെ 3 ഉണ്ട്, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇമ്പോർട്ടൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് നമ്മൾ. അതായത് ഇതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയില്ലേ. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ബാങ്കിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക.
ബാങ്ക് അടച്ചിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ റെഡി ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരില്ല. അതേപോലെ തന്നെയാണ് ബിസിനസ്സിൽ റെഡി ആയിട്ട് ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യലാണ്. സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന് വർക്കിംഗ് ക്യാപിറ്റൽ വെരി എസെൻഷ്യലാണ്. അത് കൂടാനും കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാനും പാടില്ല, നമുക്ക് എന്നാ വെച്ചാൽ കുറയാനും പാടില്ല. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറവിൻ്റെ അപകടങ്ങൾ. ഇറ്റ് മെ ലെഡ് ടു ബിസിനസ് ഫെയിലിയർ. കാരണം പല കാര്യങ്ങൾക്കും ഫണ്ടില്ലാണ്ടായി, റോ മെറ്റീരിയൽ വാങ്ങാൻ ഫണ്ടില്ലാണ്ടായ ബിസിനസ്സിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ബിസിനസ് ഫെയിലിയറിലേക്ക് എത്തും. ഫേം കനോട്ട് ടേക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ റോ മെറ്റീരിയലിൻ്റെ കേസാണെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സമയത്ത് റോ മെറ്റീരിയൽ നമുക്ക് കുറവ് പൈസയ്ക്ക് കിട്ടും വിചാരിക്കുക. ആ നേരത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റാണ്ടാവും. ട്രേഡ് ഡിസ്കൗണ്ട് ലോസ്റ്റ് ആവും, ക്യാഷ് ഡിസ്കൗണ്ട് ലോസ്റ്റ് ആവും, പിന്നെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. ക്രെഡിറ്റേഴ്സ് മേ അപ്ലൈ ടു കോർട്ട് ഫോർ വൈൻഡിങ് അപ്പ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. വൈൻഡിങ് അപ്പിന് ക്രെഡിറ്റേഴ്സിന് നോട്ടീസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ പണം തിരിച്ചു കൊടുക്കാണ്ടൊക്കെ ആകുമ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫാൾ ചെയ്യും, ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യും. കമ്പനി കനോട്ട് യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ് പ്രോപ്പർലി. ഫിക്സഡ് അസറ്റിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, അതായത് ഫിക്സഡ് അസറ്റ് ലാൻഡ് ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതായത് നമുക്ക് വേജസ് കൊടുക്കാൻ കഴിയണം, ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണം, അതുപോലെ റോ മെറ്റീരിയൽസ് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടണം. അപ്പോൾ അതൊക്കെയാണ് ഡേഞ്ചേഴ്സ്. ഇനി അത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതാണ് അടുത്ത് പറയണത്, ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഐഡിൽ ഫണ്ട്സ് ആണ്, ഗിവ്സ് നോ പ്രോഫിറ്റ്. വെറുതെ നമ്മുടെ കയ്യിൽ പോക്കറ്റിലിരിക്കുന്ന ഫണ്ട് പോലെയാണ്, ഒരു ഉപയോഗമില്ലാണ്ട്. അപ്പോൾ അത് നമുക്ക് ഐഡിയലാണ്, വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ. വാല്യൂ ഓഫ് ഷെയർസ് മൈ ഫാൾ ഡ്യൂ ടു ലോ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഉണ്ട്, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാണ്ടാവുമ്പോൾ, ആവശ്യത്തിനനുസരിച്ച് റിട്ടേൺ കിട്ടാണ്ടാവുമ്പോൾ എന്താണ്, ഫണ്ട് ഉണ്ട് പക്ഷേ ആൾക്കാർക്ക് ഷെയർ ഹോൾഡേഴ്സ് ഒരുപാടുണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് റിട്ടേൺ ഇല്ലാണ്ടാവും. അപ്പോൾ അവരുടെ വാല്യൂ കുറയും. എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഡിറ്റോറിയേറ്റ്. അതായത് എഫിഷ്യൻസി കംപ്ലീറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം ഫണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്താലാണ് അവർ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇറ്റ് മേ എൻകറേജ് സ്പെക്കുലേഷൻ ഊഹക്കച്ചവടത്തിന് ഇതാക്കാൻ ശ്രമം ഉണ്ടാവും. പിന്നെ ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്ഡ്. അപ്പോൾ പൈസ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമുക്കത് എന്നും കൊടുക്കാൻ പറ്റില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ആ കഴിയണ വരെയാണ് നമുക്കത് ലിബറലായിട്ട് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാൻ പറ്റും. അതില്ലാതായി. അപ്പോൾ ഇല്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യും ആൾക്കാർക്ക്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എന്താ പറയുക, ലിബറൽ ഡിവിഡൻഡ് പോളിസി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും ഭാവിയിലേക്ക്. പിന്നെ ഇൻഎഫിഷ്യൻസി മേ ബി എൻകറേജ്. വർക്കിംഗ് നന്നായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇൻഎഫിഷ്യൻസിയാണ്, അത് എൻകറേജ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. വേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ.